Guru presents Kalyan Silks Ravindra Sangeeta Sandhya powered by Muthoot Mini, Platinum sponsor South Indian Bank, Gold sponsor Bhima Jewels, Kochi, Kottayam, Todupuzha, Coimbatore, Mysore, Silver sponsor Double Horse. അടുത്ത ഗാനം ഈ വേദിയിൽ അവതരിപ്പിക്കുന്നതിനായി പ്രശസ്ത സംവിധായകനും രവീന്ദ്ര സംഗീത സന്ധ്യ എന്ന ഈ പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടറും കൂടിയായ ശ്രീ കമലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രവീന്ദ്ര മാഷുമായിട്ടുള്ള ബന്ധം എൻ്റെ കോടമ്പാക്കം ജീവിതകാലം മുതൽ തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു സ്ട്രഗിളിംഗ് പീരീഡിൽ ഒരു അത്താണിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. പിന്നീട് ഞാൻ സംവിധായകനായി കുറേ വർഷം കാലത്തിന് ശേഷമാണ് അദ്ദേഹവുമായ ഒരു സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അത് വിഷ്ണുലോകം എന്ന സിനിമയാണ്. മോഹൻലാലും ഇവിടെ സുരേഷ് കുമാർ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം നിർമ്മിച്ച സിനിമയാണത്. ആ സിനിമയിൽ റസാഖാണ് അതിൻ്റെ തിരക്കഥാകൃത്ത്. അതിലെല്ലാ ഗാനങ്ങളും അതിമനോഹരങ്ങളാണ്, നമുക്കറിയാം. അതിനുശേഷവും എൻ്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഈ വേദിയിൽ വിഷ്ണുലോകത്തിലെ ഗാനം തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. രവീന്ദ്ര മാഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1991 റിലീസ് ചെയ്ത മോഹൻലാൽ ഉർവശി ടീം രംഗത്ത് അവതരിപ്പിച്ച കസ്തൂരി എന്ന ഗാനം ഇവിടെ MG ശ്രീകുമാറും രഞ്ജിനി ജോസും പാടുന്നു. പ്രിയദർശനും എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് കുമാർ, ഇങ്ങനെ ഒരുപാട് പേരിവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി ഒരു 2 വരി മാഷിൻ്റെ കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം, ഒരു 2 വരി ആലോചിക്കും. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം, ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഓ ഗോപുരപ്പൊൻകോടി അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധനാ മന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഓ ഇവിടെ എൻ്റെ കൂടെ ഈ പാട്ട് പാടിയ ഒരു സുന്ദരി ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ ആ സുന്ദരിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സസ്പെൻസാണ്, മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം പ്രിയങ്കരയായ സുജാത. നല്ലൊരു കൈ കൊടുക്കണം. ശ്രീകുട്ടാ, ആ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നേ. സുന്ദരി എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന്. അല്ല, ഞാനെന്നും ഈ മഴവിൽ മനോരമയിൽ കാണുമ്പം ഇതുപോലത്തെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ടാണ്. കസ്തൂരി നമ്മൾ ഒരുമിച്ച് പാടിയതാണ്. രഞ്ജിനി കലക്കിപ്പാട്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞു മാസ്റ്ററിന്റെ അടിപൊളി പാട്ടുകൾ മാത്രം ഒരുപാട് പാടിയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇപ്പൊ ഓർക്കാണ്, മാസ്റ്ററിന്റെ അടിപൊളി പാട്ടുകൾ തന്നെ അതിനും ഒരു എന്താ പറഞ്ഞ ഭയങ്കര ക്ലാസ് ആയിരുന്നു. നമ്മൾ പാടിയ കുപ്പിവള, രാമായണക്കാറ്റ്, നന്ദനത്തിലെ ആ പാട്ട് ഏതാ ശരിക്ക? മനസ്സിൽ മിഥുന മഴ, വാവാ മനോരഞ്ജനി, സുന്ദരി ഒന്നൊരുങ്ങി വാ, എല്ലാം അടിപൊളി പാട്ടാണ്. പക്ഷെ അതൊക്കെ തനി ക്ലാസ് ആണ്. ആൻഡ് നമുക്ക് അല്ല, സുന്ദരി ഒന്നൊരുങ്ങി വാ എന്ന് പറയുന്നതും വസന്ത രാഗത്തിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഇത്രയും നാൾ നിൽക്കില്ല ശരിക്കും. മാസിനെ ഞാൻ ആദ്യം കാണുന്ന ദാസേട്ടന്റെ ഒരു സുഹൃത്തായിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസിന്റെ പാട്ട് താരകയാണ്. ഇന്ന് ദാസേട്ടൻ ഇന്ന് അത് പാടിയത് അയ്യോ വണങ്ങുന്നു. കസ്തൂരി 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 എന്റെ കസ്തൂരി, അഴകിൻ ശിങ്കാരി, കളിയാടാൻ വാ.
മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൽ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം ചുണ്ടിലെ ചേലി ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ട് കോമള കവിളിലെ ചോപ്പി കാട്ടുതക്കാളി ചന്തവും കണ്ടു നിന്റെ ഈ പുന്നാര വാക്കിൽ മയങ്ങി നൂറുമുത്തമിട്ടണയ്ക്കുവാൻ ദാഹം മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്തു പോലെ ചേർന്നുറങ്ങണം വെച്ചതെന്തിരെന്റെ മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം കസ്തൂരി എന്റെ കസ്തൂരി അഴകിൽ ശിങ്കാരി കളിയാടാൻ ചുറ്റി നീ കൊല്ലുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ തുടരും മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം താങ്ക് യു രവീന്ദ്ര സംഗീത സന്ധ്യയുടെ ഒരു സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി നമ്മുടെ ഇന്നത്തെ ഈ ഇവന്റിന്റെ പ്ലാറ്റിനം സ്പോൺസർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തൃശ്ശൂരിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ എബ്രഹാം തരിയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഗായകൻ ശ്രീ MG ശ്രീകുമാർ. വളരെ മഹത്തായ ഒരു ചടങ്ങിനാണ് ഇനി ഈ വേദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഫ്ലാറ്റിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണ് അടുത്തത്. പ്രിയപ്പെട്ട ദാസേട്ടനെയും ക്രിസ്റ്റൽ ഗ്രൂപ്പ് MD മിസ്സസ് ലത നമ്പൂതിരിയെയും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO മിസ്റ്റർ ഗോവിന്ദിനെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താക്കോൽ ഏറ്റുവാങ്ങുന്നതിനായി രവീന്ദ്രൻ മാഷിന്റെ സഹധർമ്മിണി ശ്രീമതി ശോഭ രവീന്ദ്രനെയും വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
രവീന്ദ്രൻ മാഷിനെ കുറിച്ച് ശ്രീമതി ശോഭ രവീന്ദ്രൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. പുസ്തകത്തിന്റെ പേര് തേനും വയമ്പും. പ്രസാധകരായ ലിബി പബ്ലിക്കേഷൻസിന്റെ പ്രതിനിധി ശ്രീ ലിബി അക്ബറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് പ്രശസ്ത സംവിധായകൻ ശ്രീ ജോഷിയും പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങുന്നതിനായി പ്രശസ്ത തിരക്കഥാകൃത്ത് ശ്രീ ടി എ റസാക്കിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രവീന്ദ്ര സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആദ്യമായി ഞാൻ സർവേശ്വരനായ ഭഗവാനോട് നന്ദി പറയുന്നു. ജീവിതത്തിൽ ഭഗവാൻ എനിക്ക് തന്ന മഹാഭാഗ്യമാണ് രവീന്ദ്രൻ മാഷ്. രവീന്ദ്രൻ മാഷ് ഒപ്പം ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോൾ കൂടെ ഇല്ലാതിരുന്നപ്പോഴും ആ മനസ്സ് എൻ്റെ കൂടെയുണ്ട്, എന്നോടൊപ്പമുണ്ട്. അതിൻ്റെ ഉത്തമ തെളിവാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഇന്ന് നിറവേറിയിരിക്കുന്നു. മാഷ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അധികമായ സ്നേഹം, എനിക്ക് തോന്നുന്നു അഹങ്കാരത്തോട് പറയാം, ഒരു ഭാര്യമാരും അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹം എനിക്ക് തന്നു. അദ്ദേഹം ഇല്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു പാട്ടെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും ഒരാൾ സംസാരിക്കാത്ത ഒരു ദിവസം ഈ 9 വർഷത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാഷ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതായിട്ട് തന്നെയാണ് ഇന്നും ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അണിഞ്ഞിരുന്ന മാലയാണ് ഞാൻ കഴുത്തിലണിഞ്ഞിരിക്കുന്നത്, അത് മാഷാണെന്നാണ് ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് മാഷ് നമ്മൾ ആകസ്മികമായിട്ട് എന്നെ വിട്ടുപോയ സന്ദർഭത്തിൽ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥ, ഒറ്റപ്പെടൽ എനിക്ക് തോന്നി. മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തോ മാനസികമായിട്ട് ഞാൻ വളരെ ഒറ്റപ്പെട്ടു പോയ ഒരു സന്ദർഭം എനിക്ക് അനുഭവപ്പെട്ടു. 1-2 വർഷക്കാലം ആ ഒറ്റപ്പെടലിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പുറത്തു വരാൻ എനിക്ക് സാധിച്ചില്ല. അതിനുശേഷം ഭഗവാൻ എനിക്ക് മറ്റൊരു വഴി കാണിച്ചു തന്നു, ഒരു ആത്മീയ ഗുരുനാഥനെ എനിക്ക് തന്നു. ആ വഴിയിലൂടെ ആണ് ഇന്ന് എൻ്റെ യാത്ര. ഉദിത് ചൈതന്യജി എന്ന എൻ്റെ ആത്മീയ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ചു തന്നു, ഭഗവത്ഗീതയെ ഉദ്ധരിച്ചെന്നെ കുറിച്ചു തന്നു. മാ ശുച തെക്ത ഉത്തിഷ്ഠ 2 സൂക്ത വാക്യങ്ങൾ. ഇന്ന് എനിക്ക് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാനും ഇത്രയും ആത്മധൈര്യവും ഊർജവും സന്തോഷവും തരുന്നത് ഭഗവത്ഗീത എന്ന മഹാഗ്രന്ഥമാണ്. എനിക്കിന്ന് ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോടൊപ്പം സന്തോഷത്തോടെ ജീവിതം പങ്കിടാൻ സാധിക്കുന്നുണ്ട്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയായി വളരെ സന്തോഷത്തോടെയാണ് മദ്രാസിൽ ഞാൻ ജീവിക്കുന്നതെങ്കിലും ഇന്നത്തെ എൻ്റെ ഈ വാനപ്രസ്ഥ ജീവിതം ഒറ്റയ്ക്ക് ഒരിടത്ത് ജീവിക്കണം എനിക്കൊരാശ. ഞാനത് എപ്പോഴും എല്ലാ കാര്യവും അറിയിക്കാറുള്ളത് പോലെ ദാസേട്ടനോടും പ്രഭചേച്ചിയോടും എൻ്റെ ആഗ്രഹത്തെ അറിയിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാനാണ് ദാസേട്ട ആഗ്രഹം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്ത് ദാസേട്ടനാണ്. ദാസേട്ടനോടും പ്രഭചേച്ചിയോടും ഞാൻ നന്ദി പറയുന്നില്ല. എന്ന് വെച്ചാൽ നന്ദി എന്നുള്ളത് കുറഞ്ഞ വാക്കുകളാണ്, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ ഗാനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടു പോകാൻ പാടില്ലാത്ത ഒരു ഗാനമാണ് ഇനി ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും ഈ ഗാനം എന്തുകൊണ്ട് ഇതുവരെയും ദാസേട്ടൻ പാടിയില്ല എന്ന്. 6-ാം തമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ ലിറിക്സിൽ രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് 97 പുറത്തിറങ്ങിയ 6-ാം തമ്പുരാനിലെ ഹരിമുരളീരവം എന്ന ഗാനത്തിലേക്ക്.
ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഗന ഗാനം ഹരിമുരളീരവം 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 മധുമൊഴി രാധേ നിന്നെ തേടി ആ മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണ സിന്ദൂരമായുതിരും മൗനം നിൻ സ്വരമണ്ഡപ നടയിലുണർന്നൊരു പൊന്തിരിയായവനെരിയുകയല്ലോ നിൻ പ്രിയ നർത്തനവനിയിലുണർന്നൊരു മൺതരിയായി സ്വയമുരുകുകയല്ലോ സരിഗരിഗ മസരിഗരിഗ മപദ മാപ ദപദ നി മാപദ പാദ നി ധനി സരി മാഗരി ധനി സരിഗ സ മാഗരി ധനി സരിഗ സ മാഗരി ധനി സരിഗ ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോദന ഗാനം ഹരിമുരളീരവം കവിളിൽ ചാത്തും മവകാരേ സനിധ പദനരേ
മവദനി സരിഗ മവദനി സരിഗ മാഗരി നീത നിരീ കളയമുനേ നിൻ കവിളിൽ ചാത്തും കളഭനിലാപ്പൂ പൊഴിയുവരേ തളിർവിരൽ നീട്ടും വരവല്ലികയിൽ തരള വിഷാദം പടരുവരേ പാടി നടന്നു മറഞ്ഞൊരു വഴികളിൽ ഇറനണിഞ്ഞ കരാങ്കുലിയായി നീ പാതുകമുദ്രകൾ തേടി നടപ്പു ഗോപവധൂജന വല്ലഭനിന്നും സരിഗരിക സരിഗരികം നമ്മപദ മാപ്പ പദ പാപദ പാദം നി സരി മായരി ധനി സരിഗ മായരി ധനി സരിഗ മായരി ധനി സരിഗ ഹരി മുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹന ഹരിമുരളീര മുരളീരവം ഹരിമുരളീരവം 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 രവം 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 മലയാള സിനിമയ്ക്ക് രവീന്ദ്ര സംഗീതത്തിൻ്റെ ഒരു ശാഖ ഉണ്ടാക്കി തന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ആരും കാണാതെ അരയാലിൻ കൊമ്പിന്മേ ഒരിക്കൽ പോലും ഒരു മോശം പാട്ടുണ്ടാക്കാൻ രവിയേട്ടന് സാധിച്ചിട്ടില്ല. കാലിൽ ചിലമ്പാടുന്നൊരി തീരങ്ങൾ പൂകാം മഞ്ഞക്കിളിയുടെ മോടിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ ഹൃദയമൊരു വെൺശങ്കു പോലെ ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര Crystal Group presents Kalyan Silks Ravindra Sangeeta Sandhya powered by Muthoot Mini, Platinum sponsor South Indian Bank, Gold sponsor Bhima Jewels, Kochi, Kottayam, Todupuzha, Coimbatore, Mysore, Silver sponsor Double Horse. രവീന്ദ്രൻ മാഷിനെ പോലെ തന്നെ ശുദ്ധ സംഗീതം കൊണ്ട് മലയാള സിനിമയെ വിശുദ്ധമാക്കിയ സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാഷിനെ അടുത്ത ഗാനം അവതരിപ്പിക്കുന്നതിനായി ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന സംഗീതത്തിന് ഒരിക്കലും
മരണമില്ല. അദ്ദേഹം നമ്മളിൽ എന്നും ജീവിക്കും, ഒരു സംശയമില്ല. ഏത് പാട്ടും മുത്തുകളാണ്, ഒരു പാട്ടും മാറ്റിക്കളയാനില്ല. അത്തരത്തിലൊരു രവീന്ദ്ര സംഗീതം, മലയാള സിനിമയ്ക്ക് രവീന്ദ്ര സംഗീതത്തിൻ്റെ ഒരു ശാഖ ഉണ്ടാക്കി തന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ചെയ്തു വെച്ച സംഭാവനകൾ നമുക്ക് എന്നും കേൾക്കാൻ കഴിയുന്നു. നമ്മളതിനെ താലോലിക്കുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തിന് മരണമില്ല. ഞാൻ ഇന്നിവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അതിമനോഹരമായൊരു ഗാനം അവതരിപ്പിക്കുകയാണ്. വാർമുകിലെ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം മഴ. യൂസഫ് അലി കച്ചേരിയുടെ രചന. സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. പാടുന്നത് KS ചിത്ര, നമ്മുടെ മലയാളത്തിൻ്റെ വാനമ്പാടി.
ശ്യാമവർണ്ണം കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയാൽ മിഴിനീർ വഴിയും വാർമുകിലേ വാനീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ നമ്മുടെ പവർഡ് ബൈ സ്പോൺസേഴ്സായ മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിന്റെ ചെയർമാൻ മിസ്റ്റർ റോയ് എം മാത്യുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി. ആയിരത്തി 1992 പുറത്തിറങ്ങിയ രാജശില്പി എന്ന ചിത്രത്തിൽ ONV എഴുതി ചിത്രചേച്ചി പാടിയ അറിവിൻ നിലാവേ എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടൻ വിനീതിന്റെ കൊറിയോഗ്രഫിയിൽ വേദിയിൽ അവതരിപ്പിക്കുന്നു പ്രശസ്ത നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടിയും തേജോമയി ഡാൻസേഴ്സും. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. അറിവിൻ നിലാവേ മറയുന്നുവോ നീ സ്മൃതി നിലാവിൻ കണിക തേരി രജനീഗന്ധി തിരുമുമ്പിൽ നിൽക്കൂ അറിയാത്തതെന്തേ നിരുപയണിയും കുളിർമതിയും അറിയുകയില്ല. നിന്റെ നൃത്തമണ്ഡപങ്ങൾ നീലാകാശം നീളേ സാന്ദ്രചന്ദ്രരശ്മിമാല ചാർത്തിലാസ്യം ആടാം അരികിൽ
മാസ്റ്ററിൻ്റെ വീട്ടിൽ എപ്പോഴും റെക്കോർഡിങ്ങിനൊക്കെ മാസ്റ്റർ കുറേ ആൽബംസൊക്കെ പാടാൻ മാസ്റ്ററിൻ്റെ വീട്ടിലെ സ്റ്റുഡിയോകളപ്പോൾ പോകുമ്പോൾ എന്താ പറയുക ഒരേപോലെ 3 കുട്ടികൾ അവിടെ ഉണ്ടാവും. മാസ്റ്ററിൻ്റെ മക്കൾ രാജൻ, സാജൻ ആൻഡ് നവീൻ. ഇവർ രാജൻ ഈസ് ഇൻ ടു ഡിറക്ഷൻ, സാജൻ നല്ലോണം മ്യൂസിക് ചെയ്യുന്നു, ആൻഡ് നവീൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഹീസ് വൺ ഓഫ് ദ ലീഡിങ് സിംഗേഴ്സ് തന്നെ പറയാം. മാസ്റ്റർ ഉള്ളപ്പോൾ പാടിയിരുന്നോ ശോഭ ചേച്ചി? തുടങ്ങിയില്ലല്ലോ. ആൻഡ് മാസ്റ്റർ ഇന്ന് ശരിക്കും കണ്ട് അനുഗ്രഹിക്കുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. നവീൻ ഇസ് ഡൂയിങ് വെരി വെൽ. സോ ജസ്റ്റ് അവർക്ക് എല്ലാ ഭാഗ്യവും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. മാസ്റ്ററിനെ എത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചു അത്രത്തോളം തന്നെ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കണം. അടുത്ത പാട്ട് ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ ഭരതേട്ടൻ്റെ മൂവിയിൽ ONV സാറിൻ്റെ രചനയിൽ പുലരൊളി പൂവിതറിയ. ഇത് ഒറിജിനൽ പാടിയിരിക്കുന്നത് ദാസേട്ടനും, കൂടെ പാടിയിരിക്കുന്നത് ലതിക എന്ന് വന്നിട്ടുണ്ട്. ലതികയാണ് ഇന്നിവിടെ പാടുന്നത്. മധു ബാലകൃഷ്ണനും ലതികയും ചേർന്ന്. അങ്ങനെയല്ല കുട്ടി, സഗമഗമപമവനി പനി സഗ മഗസനി സനി പനി പമവമഗമഗ സഗ നീസാ. പുലരൊളി പൂവിതറിയ കാളിന്തിയോടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണ കാക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? കവർന്നേതോ പൂവെണ്ണ നീയേ ഞങ്ങൾ തൻ നവനീതം പൊന്നുണ്ണി. ശ്രീചന്ദനം നേത്ര നീലാഞ്ജനം നിന്റെ കുറുനിരകളിൽ ഇളകിടുമൊരു ചെറുനീർമണിയായെങ്കിൽ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ?
പുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിഴി കാണാക്കാർക്കുയരുന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കിളിയുടെ മോളിൽ പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ ഏതോ വിഭാതം പാടും സോപാനക